എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മലബാർ വെള്ളപ്പോളയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയായ വിഭവം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് പച്ചരിയും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും എടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ കുതിരാനായി വയ്ക്കാം. അരിയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട്. അരച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 3/4 കപ്പ് ചോറിടാം. 1/2 ടീസ്പൂൺ പഞ്ചസാര ഇടാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. ഇഡ്ഡലി മാവിനേക്കാളും കുറച്ച് തിക്കായ മാവായിരിക്കണം. നല്ല സ്മൂത്തായി അരച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം 4 മണിക്കൂറെങ്കിലും പുളിക്കാനായി വെക്കണം. അടച്ചു വയ്ക്കാം. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാൻ പാടില്ല, അപ്പോൾ പോള നന്നായി വരില്ല. ഇനി എണ്ണ തേച്ച് വെച്ച ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കാം. നിറയെ ഒഴിക്കണ്ട, ഈ ഒരു അളവിൽ ഒഴിച്ചാൽ മതി. 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കാം. തണുക്കാനായി മാറ്റി വയ്ക്കാം. വെള്ളപ്പോളയുടെ കൂടെ കഴിക്കാൻ പഴക്കൂട്ട് കൂടി റെഡിയാക്കാം. അതിനായി പാളയംകോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് മാഷ് ചെയ്തിട്ട് എടുക്കാം, ഇതേപോലെയും എടുക്കാം. ചെറുതായി നുടച്ചെടുക്കാം. നന്നായി പഴുത്ത പഴമായിരിക്കണം. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർക്കാം. പഞ്ചസാരയും ഇടാം. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. 4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. വളരെ സോഫ്റ്റായ വെള്ളപ്പോളയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.